നേരിൻ്റെ അടയാളം, പോരിൻ്റെ അടയാളം, നേരിട്ട് വെട്ടിത്തോറ്റ നീതി തന്നടയാളം. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഇനി കവി മാത്രമല്ല, ഇവിടുത്തെ തൃശ്ശൂരിലെ സ്വന്തം സ്ഥാനാർത്ഥി കൂടിയാണ്, LDF സ്ഥാനാർത്ഥി കൂടിയാണ്. ഒരു അപരിചിതം, ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, ഒരു അപരിചിതം തോന്നുന്നില്ലോ ഇവിടെ വരുമ്പോൾ? ഇല്ല ഇല്ല, കവിത പാടി തുടങ്ങിയാൽ അല്ല, നമുക്ക് അവസാനിപ്പിക്കാം കവിത. തൃശ്ശൂർ എനിക്ക് അപരിചിതമല്ല. ഞാൻ പറഞ്ഞു 4.5 പതിറ്റാണ്ട് കാലമായി എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഞാനിവിടെ പ്രസംഗിക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല. നേരത്തെ സുനിൽ പറഞ്ഞ പോലെ സുനിൽകുമാറിന് വേണ്ടിയും ബാൽസിക്ക് വേണ്ടിയൊക്കെ എത്രയോ പ്രചാരണ പരിപാടികൾക്ക് വന്നിട്ടുണ്ട്, എത്രയോ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 10-15 വർഷമായിട്ട് അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. യുവകലാസാഹിത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇവിടെ ഇനി പ്രസംഗിക്കാൻ ഒരു സ്ഥലം ഇല്ല. അപ്പോൾ പ്രസംഗകൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, അത് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. അത് ലേറ്റ് അവറിൽ കിട്ടിയതാണ്. ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിൻ്റെ പ്രവർത്തന പരിചയം എനിക്കില്ല. അതിന് എൻ്റെ മിടുക്കന്മാരായ സഖാക്കൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പോരായ്മ അവർ നികത്തി തരും. എൻ്റെ കൾച്ചറലായിട്ടുള്ള ഒരവബോധം ഈ രാഷ്ട്രീയത്തോട് ചേർത്ത് പിടിക്കും. തീർച്ചയായും നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് തുടങ്ങിയത്. KPSC, കഥാപ്രസംഗങ്ങൾ, കാളിദാസ കലാകേന്ദ്രം, കലാസമിതികൾ, വായനശാലകൾ, അതിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യാവബോധമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് പിന്നീട് വളർന്നു. ഈ ജൻസി ആളുകളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവോ? ജൻസി ആളുകളോട് പറയണം നമ്മൾ. അവർക്ക് ചരിത്രം ഓർമ്മ വേണ്ടേ? ഇപ്പം ജൻസി ഉണ്ടാക്കിയതല്ല അവർ അനുഭവിക്കുന്നത്. ജൻസി ഇപ്പോൾ ജീവിക്കുന്നത് അവരുണ്ടാക്കിയ കാര്യം കൊണ്ടാണ്. ഈ സമൂഹം ഉണ്ടാക്കി കൊടുത്ത, ഈ പഴയ തലമുറ ഉണ്ടാക്കി കൊടുത്ത മനസ്സമാധാനമുള്ള സമൂഹത്തിലല്ലേ ഇവർ ജീവിക്കുന്നത്. മുണ്ടൂർ സേതുമാധവൻ മാഷ് പറയുന്ന പോലെ അമ്മ ഉണ്ടാക്കി തന്ന പഴയ ചോളക്കഞ്ഞിയുടെ ചൂടിൻ്റെയും ഉപ്പിൻ്റെയും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു തലമുറയാണല്ലോ. അവരോട് എങ്ങനെ രാഷ്ട്രീയം പറയുന്നുള്ളതാണ്. അവരോട് പറയാഞ്ഞിട്ടാ. ഞാൻ കലാശാലകളിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ഭാഷയിൽ അവരോട് പറയണം. അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു വെറുതെയാണ്. പുതിയ ജനറേഷൻ നമ്മളെക്കാളേറെ പൊളിറ്റിക്കലാണ്. അവർ മതാത്മക തീവ്രവാദത്തെയൊന്നും അംഗീകരിക്കുന്നില്ല. ഡിങ്കൻ എന്നൊരു ദൈവത്തെ ഉണ്ടാക്കി ഇവിടുത്തെ സകല ദൈവങ്ങളെയും കളിയാക്കിയ കുട്ടികളുണ്ടായ തലമുറയാണ്. അപ്പോൾ അവർ അങ്ങനെയൊന്നുമല്ല. അവർക്ക് പക്ഷേ ഇന്ന് കാണുന്ന പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനമല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, പുതിയ കുട്ടികളൊന്നും അന്ധമായി മതാത്മകതയെയും ഫാഷിസത്തെയും വർഗീയതയും പിന്തുണയ്ക്കുന്നില്ല. അവർക്കൊരു മാനവിക രാഷ്ട്രീയ ബോധമുണ്ട്. അത് നേരത്തെയുള്ള ചരിത്രത്തിനോട് ബന്ധിപ്പിക്കലാണ് നമ്മുടെ ചുമതല. നമുക്കതിന് കഴിവില്ലാഞ്ഞിട്ടാണ്. അവരുടെ മാനസിക കാലാവസ്ഥയിലേക്ക് ഈ ഹ്യൂമാനിറ്റിയെ ബന്ധിപ്പിക്കുക. ഈ വാദത്തോട് യോജിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അത്ര കണ്ട് ഉറപ്പോട് കൂടിയിട്ടല്ലേ അവർ ഈ പറയുന്ന ആളുകൾക്ക് തന്നെയല്ലേ BJPക്ക് ഇവിടെ താമരയ്ക്ക് ഒരു മടിയില്ലാതെ വോട്ട് ചെയ്തത്. അത് താമരയ്ക്ക് വോട്ട് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ കുണ്ഠിതം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ആ ഒരു അന്ന് പറ്റിയ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം കൂടിയാണിത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങളത് തിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. ജൻസി എപ്പോഴും, നേരത്തെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ജൻസി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ അധികം പുരോഗമനാത്മകമായിട്ടുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ, വളരെ പൊളിറ്റിക്കലാണ്. അവരെ നമ്മളൊരു പൊളിറ്റിക്കൽ അല്ല എന്ന് പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അവർ നമ്മളെക്കാൾ പൊളിറ്റിക്കലാണ്. അവർ നമ്മളെക്കാൾ ജാഗ്രതയുള്ളവരാണ്. അവർ സത്യസന്ധമായ നിലപാടെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ചാഞ്ചാട്ടമില്ലാത്തവരാണ്. അപ്പോൾ ജൻസിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കാരണം ആരുണ്ട്, പിന്നെ ഇടതുപക്ഷമല്ലാതെ ആരുണ്ട്, മറ്റാരുണ്ട്. അപ്പോൾ അത് അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ ജൻസിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ 45 ലക്ഷം വീടുകളിലൂടെ വെള്ളമൊഴുകിപ്പോയപ്പോൾ ആരാണ് ജനങ്ങൾക്കൊപ്പം നിന്നത്? ഈ ജൻസിയാണ്. കൊറോണ വന്നപ്പോൾ എല്ലാ സാമൂഹിക ക്യാമ്പുകളിലും ഭക്ഷണം എത്തിച്ചതും വളണ്ടിയർ പ്രവർത്തനം നടത്തിയതും ജൻസിയാണ്. അപ്പോൾ ആ ജൻസിയെ ഈ പുതിയ കാലത്ത്, ആധുനിക കാലത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരെന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അവർക്ക് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാണ്. എന്തായാലും ഒരു കവിത ചൊല്ലി നമുക്ക് അങ്ങ് തുടങ്ങാം. അവസാനിപ്പിക്കുന്നു, തുടങ്ങാം സ്ഥാനാർത്ഥിത്വം. ഞാൻ എൻ്റെ ഒരു കവിതയുടെ അവസാനത്തെ വരികൾ അടയാളങ്ങൾ എന്നൊരു കവിതയാണ്. നേരിൻ്റെ അടയാളം, പോരിൻ്റെ അടയാളം, നേരിട്ട് വെട്ടിത്തോറ്റ നീതി തന്നടയാളം. നേരിൻ്റെ അടയാളം, പോരിൻ്റെ അടയാളം, നേരിട്ട് വെട്ടിത്തോറ്റ നീതി തന്നടയാളം. അതാണ് തോറ്റ നീതിയുടെ അടയാളം. പക്ഷേ തോൽക്കാതിരിക്കും. അത് തോറ്റാലും ജയിക്കും. അതുകൊണ്ട് തോറ്റ നീതി ജയിക്കുന്ന നീതിയാവും. ഞാനത് പറയുന്നുണ്ട്. ഈ കാലത്തും ആ അടയാളം ഉയർന്നു വരും. ആ കവിതയുടെ അവസാനം അങ്ങനെയാണ്. അത് നീണ്ട കവിതയാണ്. അതിനിടയിൽ ഈ നേരിൻ്റെ അടയാളമാണ്. നേരിൻ്റെ അടയാളത്തെ മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല. ചിഹ്നം. തീർച്ചയായും കവിയാണ്, പ്രഭാഷകനാണ്. ആലങ്കോട് തുടങ്ങിക്കഴിഞ്ഞു.
ആലങ്കോട് ലീലാകൃഷ്ണൻ CPI സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.